ഇതിന് അയ്യോ തീ കുറച്ചിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ ചൂട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര മഴയാണെന്ന് നമ്മൾ നാട്ടിലൊക്കെ വിളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആണെങ്കിൽ ഒരു വ്ളോഗ് പോലെയാണ് എന്നും ചെയ്യുന്ന പോലെ. ഇപ്പോൾ കുക്കിംഗ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് പച്ചച്ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ചച്ചീര ഈ ഒരു 2 കെട്ടായിട്ടുള്ളതാണ്. ഒരു കെട്ടിന് 1 ദിർഹമാണ് ഇവിടെ വില കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 കെട്ട് മണി നല്ല ഫ്രഷ് ചീര ആയിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഒട്ടുവാണെങ്കിൽ അഴുക്കില്ല എന്നോർക്കും. പക്ഷേ കഴുകുമ്പോൾ നല്ലതായിട്ട് പൊടിയുണ്ടായിരുന്നു. ഞാനും ആദ്യം ഓർത്തായിരുന്നു കുഴപ്പമില്ലല്ലോ, ഒത്തിരി അഴുക്കൊന്നും ഇല്ലല്ലോ, പൊടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ കഴുകുമ്പോൾ നല്ല പൊടി മണ്ണുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങയൊന്നും ചതയ്ക്കാനൊന്നും നിന്നില്ല. ഇതുപോലെ തന്നെ എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു. ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചീരത്തോരനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ വേറെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല, നന്നായിട്ട് കഴിച്ചോളും. ഞാൻ ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ വെക്കുന്ന സമയത്ത് നോൺ വെജ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരത് മാത്രമായിട്ട് കഴിക്കും, ഇതവർ കഴിക്കത്തില്ല. അപ്പോൾ ഇത് മാത്രമാണെങ്കിൽ അവർ നന്നായിട്ടിത് കഴിച്ചോളും. ഇതാണെങ്കിൽ ശർക്കരയും പനിക്കുറിക്കയും അതുപോലെ ഇഞ്ചി ചതച്ചത്, കുരുമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ നല്ല ചൂടുവെള്ളമാണെങ്കിൽ പറ്റിച്ചെടുത്തതാണ്. ഇത് കുറച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചേക്കും. നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ കുക്കറിലിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ പാകത്തിനാണെങ്കിൽ ഞാൻ വെള്ളം എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഈ കുക്കർ വെക്കുമ്പം ഈ ഉടനെ തന്നെ ആണെങ്കിൽ വിസിലൂടെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കുക്കറാണെങ്കിൽ അടുപ്പിൽ വെക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ കുക്കർ വെച്ച് കഴിയുമ്പോൾ ഈ എയർ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് നോക്കണം. ചിലപ്പോൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുക്കർ ഈ അടപ്പ് വെക്കുന്നതിന് മുന്നേ നമ്മൾ നോക്കണം. ഇതാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ കണ്ടോ ഇവിടെ ചെറിയ ചെറിയ ആണെങ്കിൽ ഒരു ഹോളുകൾ കണ്ടോ. ആ ഹോളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മളാണെങ്കിൽ ചോറ് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഹോൾസിലാണെങ്കിൽ ഏതെങ്കിലും ഇത് ഫുഡ് പാർട്സുകൾ എന്തെങ്കിലും ആണെങ്കിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി നമുക്ക് എയർ പുറത്തോട്ട് പോകത്തില്ല. അപ്പം നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഇതിനകത്ത് അടച്ച് വെക്കുവാണെങ്കിൽ അപ്പം ഇത് ഈ വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷർ, ചൂട് കാരണം കൊണ്ട് പ്രഷർ വരുമ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളാണെങ്കിൽ ഇത് കുക്കർ അടുപ്പത്ത് വെക്കുമ്പോൾ ഉടനെ തന്നെ വിസിലൂടെ വെച്ചിട്ട് നമ്മൾ കുക്കർ വെക്കരുത് കേട്ടല്ലോ. അപ്പം നമുക്ക് തീ കത്തിച്ചിട്ട് കുക്കർ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചീര എവിടം വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ, ഒന്ന് ഇളക്കി എടുക്കാം. വെള്ളം ഞാൻ ഒട്ടും ഒഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കുമായിരിക്കും ഇവിടെ എപ്പോഴും ഈ ചീരത്തോരനേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചീരത്തോരൻ. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഷോപ്പിങ്ങിന് പോയ സമയത്ത് നല്ല ഫ്രഷ് ചീര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നതാണ്. മക്കളാണെങ്കിലും ചീരത്തോരൻ അവർക്ക് ഇഷ്ടമാണ്. ചീരത്തോരനും ചോറും മാത്രം മതി അവർ കഴിച്ചോളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നോൺ വെജും എല്ലാം വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് കഴിക്കാൻ. അപ്പോൾ ഈ ചീരത്തോരൻ്റെ കൂടെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ മീനോ അതുപോലെ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കഴിക്കാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് മിക്ക ദിവസം ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന സമയത്ത് അത് മാത്രമായിട്ട് വെക്കും. അവർക്ക് ഇഷ്ടമൊക്കെയാണ് കഴിക്കാൻ. പക്ഷെ നമ്മളാണെങ്കിലും ചില സമയത്ത് ഇവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും. കാരണം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ശരിക്കും ഈ ഒരു സെയിം സ്റ്റേജിലൂടെ നമ്മളും കടന്നു പോയിട്ടുള്ളത്. കാരണം നമുക്ക് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടാണെങ്കിൽ ഞാനും എൻ്റെ ആങ്ങളെയും ഈ മീൻതോരനൊന്നും കൂട്ടത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസമാണെങ്കിൽ മമ്മി
മീൻതോരനും ചോറും മാത്രമായിട്ട് തന്നു. അത് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. അപ്പം നമുക്ക് വേണ്ടാന്ന് പറയാനും പാടില്ല, കഴിക്കാതിരിക്കാനും പാടില്ല. അപ്പം കഴിക്കാനും പറ്റില്ല. പിന്നെ ഗതി കേട്ട് നമ്മളത് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഫുഡിനോടൊക്കെ ആണെങ്കിൽ ഇഷ്ടങ്ങൾ തോന്നി തുടങ്ങിയത് നേഴ്സിങ്ങിന് പഠിക്കാൻ നേരത്ത്. അവിടെ ഫുഡ് നമുക്ക് കിട്ടും, പക്ഷേ ആ ഒരു കറിയുടെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സാമ്പാറൊക്കെ മിക്ക ദിവസവും സാമ്പാറായിരിക്കും. ഉച്ചയ്ക്ക് സാമ്പാറാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതനങ്ങയും കുമ്പളങ്ങയും അതുമൊക്കെ ആണെങ്കിൽ വലിയൊരു കുമ്പളങ്ങ ഒരു 4 കഷ്ണമാക്കി ഇടുന്ന പോലെയൊക്കെ ആയിരുന്നു, വലിയ വലിയ കഷ്ണങ്ങളോ. അങ്ങനത്തെ സാമ്പാറാണെങ്കിൽ പിന്നെ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് തിരുവനന്തപുരത്ത് പോയി നിൽക്കുമെന്ന് പറഞ്ഞ പോലെ, പത്തനംതിട്ട ഒഴിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി നിൽക്കും. ആ ഒരു രീതിയിലുള്ള സാമ്പാറും. പിന്നെ ഇഷ്ടമുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസമായിരുന്നെന്ന് തോന്നുന്നു, അന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഒരു ദിവസം മുട്ട പുഴുങ്ങിയത്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ശരിക്കും ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ദിർഹമല്ല, 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ കിട്ടത്തില്ല. അന്ന് എനിക്ക് 5 രൂപയോ അങ്ങനെ 2 രൂപ അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു. ആ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മിക്സർ 1 രൂപയായിരുന്നു തോന്നുന്നു, 50 പൈസ അങ്ങനെ കണ്ട് അത് മേടിക്കും. അത് ആണെങ്കിൽ അതും കൂട്ടി ചോറും കൂട്ടി കഴിക്കും. അതുപോലെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചിപ്സും അതുപോലെ അച്ചാറുകളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാലും ഒത്തിരി നാളൊന്നും നിൽക്കത്തില്ല. കൂടി വന്നാൽ മാക്സിമം ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പോഴേ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പം തന്നെ പകുതിയും തീരും. അപ്പോൾ ചിലപ്പോൾ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി ചോറ് കഴിക്കും. പിന്നെ അതുപോലെ മുളക് പൊടി കൊണ്ടുവന്നിട്ട് മുളക് പൊടി ചാലിച്ച് കഴിക്കുമായിരുന്നു. ശരിക്കും ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അൾസറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ശരിക്കും നിങ്ങളാരും അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്യരുത്. മുളക് പൊടിയൊക്കെ അങ്ങനെ ചാലിച്ച് മുളകും ഉപ്പും അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ആണെങ്കിൽ ചാലിച്ചിട്ട് ചോറും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കും. ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, ഇപ്പോഴും ആണെങ്കിൽ നമ്മൾ എത്ര നോൺ വെജ് കൂട്ടി കഴിച്ചെന്നാലും എന്തൊക്കെ കൂട്ടി കഴിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ്, അന്നത്തെ ആ കിട്ടിയ ഒരു ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നാട്ടിൽ വരുന്ന സമയത്തോ അല്ലെ നമ്മൾ വരുന്ന സമയത്തൊക്കെ മമ്മിയൊക്കെ ഇത് കൊടുത്തുവിടും. നമ്മുടെ ഉണക്കമീനുണ്ടല്ലോ, ഉണക്കമീനാണെങ്കിൽ വറുത്തിട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞൊക്കെ കൊടുത്തു വിടും. പെട്ടെന്ന് തന്നെ തീരും, പക്ഷേ എന്നാലും 1-2 ദിവസമെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉണക്കമീനൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. നേരത്തെ ആണെങ്കിൽ ഉണക്കമീൻ കഴിക്കത്തില്ലായിരുന്നു. നമുക്കും ഡിമാൻഡുകളുണ്ടായിരുന്നു, അത് മതി ഇത് മതി എന്നൊക്കെ, ഇപ്പം നമ്മുടെ മക്കൾ പറയുന്ന പോലെ. പക്ഷേ അന്ന് അതിൻ്റെ എല്ലാം ആ ഒരു തന്നെ നിന്നപ്പോൾ ഉള്ള ആ ഒരു തന്നെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഫുഡിനോടുള്ള ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. നാളെ ഒരു സമയത്ത് മക്കളാണെങ്കിലും ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞു തന്നാൽ നമുക്ക് എത്രത്തോളം അത് മനസ്സിലാവും. ഒട്ടും ചിലപ്പോൾ നമ്മൾ അയ്യോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ സങ്കടത്തിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയായിരിക്കും, പക്ഷേ അനുഭവത്തിൽ വന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇപ്പം നമ്മുടെ ചീര എവിടം വരെ ആയി നമുക്ക് നോക്കിയാലോ? അടച്ച് വെച്ചേക്കുമായിരുന്നു, അടച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് ട്രൈ ആവും. ശരിക്കും പറഞ്ഞാൽ എന്താ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, എന്നിട്ട് പോലും ആ ഒരു നമ്മൾ ചീര കഴുകുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയും പിന്നെ ആ എണ്ണയിലൊക്കെ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടുക, അതിനാ ടേസ്റ്റ് കൂടുതൽ. ശരി, ഈ ചീരകളിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ മൈസൂർ ചീരയുണ്ടല്ലോ, പച്ചയായിട്ട് തന്നെ ഇരിക്കുന്ന മൈസൂർ ചീര, അതാണ് ഒരുപാട് ഇഷ്ടം. അപ്പം നമ്മുടെ ഇതിന് തീ കുറച്ചിട്ട് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഇത് വിസിൽ വെക്കുമ്പം തീ കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ തീ കുറച്ചിട്ട് ചെയ്യണേ. പിന്നെ അതാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് വിസിലൊക്കെ അടിക്കട്ടെ. ഞാൻ പാചകം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചോറ് അങ്ങനെ എന്തെങ്കിലും വീഴുവാണെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ തുടയ്ക്കും. ആ നനവോട് തന്നെ ചിലപ്പം വെള്ളം മുക്കി അങ്ങനെ തുടയ്ക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ നേരത്തെ ആണെങ്കിൽ ഒരു സ്റ്റൗ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ,
അത് മാറാൻ പോയ സമയത്ത് ഗ്ലാസിൻ്റെ പോലത്തെ ഒരു സ്റ്റൗ എടുക്കാമെന്നൊരു പ്ലാനായിരുന്നു. അപ്പം അവിടെ നിന്ന് ആ മനുഷ്യൻ തന്നെ അവർ തന്നെ പറഞ്ഞു, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഒരു ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ഇതുപോലെ ഇത് പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് പിന്നെ വീട്ടമ്മമാരുടെ ഒരു സ്വഭാവമാണ്, നമ്മൾ കൂട്ടാനും കറിയൊക്കെ വെക്കുമ്പോൾ അന്നേരം തന്നെ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ആ ചൂടോടെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഇതാണെങ്കിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇതിൻ്റെ ചൂടും ആ തണുപ്പും എല്ലാം കൂടെ ചിലപ്പോൾ അതെങ്ങനെ പൊട്ടി ഒക്കെ തെറിക്കുന്നതിനുള്ള ഒരു ചാൻസ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കാണെങ്കിൽ ഒട്ടും സൂട്ടബിൾ അല്ല, ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്തിരിക്കും, പിന്നെ ലാസ്റ്റ് പണിയും കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് തന്നെ വിളിച്ചു. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞങ്ങളുടെ സ്റ്റൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർണർ വലുപ്പമുള്ളായിരുന്നു. ഇപ്പോഴത്തെ ഇതിപ്പോൾ രണ്ടിലും കറികളിരിക്കുകയാണ്, അല്ലാതെ ഈ കാണിക്കായിരുന്നു. ചെറിയ ബർണറാണിത്. അത് കാരണം കൊണ്ട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളും നേരത്തെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് തീരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഗ്യാസ് കൊണ്ട് തരുന്ന ആ അച്ചായനായാലും പറയായിരുന്നു, നിങ്ങൾ ഇത് സ്റ്റൗ ഒന്ന് മാറ്റി നോക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്റ്റൗ മാറ്റി നോക്കിയപ്പോഴത്തേന് ഗ്യാസ് നിൽക്കുന്നുണ്ട്. ഈ പനിക്കുറുക്കിയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ നല്ല കേട്ടോ ഇതിങ്ങനെ വെച്ചേക്കുന്നത്. മണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. നേരത്തെ ഇത് എനിക്ക് തോന്നിയില്ലായിരുന്നു മണമൊക്കെ കിട്ടുന്നില്ല. വെള്ളമാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ നമ്മൾ മാറ്റിയതാണ്. പക്ഷേ അത് പെട്ടെന്ന് അടുത്താവുന്നു. ഇതിൻ്റെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബല്ല ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ സിങ്ക് കഴുകാനും പിന്നെ അത് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേറെയാണ് ഈ സ്ക്രബ് എടുക്കാറുള്ളത്. പാത്രം കഴുകാൻ സെപ്പറേറ്റ്. ഈ വെള്ളം നമുക്ക് പിടിച്ചിരുന്നാതി വെച്ച് വെക്കാൻ പറ്റത്തില്ല, കാരണം ചൂടുവെള്ളമാണ്. ചെറിയ ചൂടാണ് ഇപ്പോൾ വരുന്നത്, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഇതിന് കണ്ടോ വേരുകൾ വന്നിട്ടുണ്ട്. വേര് കണ്ടോ, ഇതിനെല്ലാം വേരുകൾ വന്നിട്ടുണ്ട്. കണ്ടോ വേരുകൾ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതിൻ്റെ കണ്ടോ, ഇത് വേരാണ്. കണ്ടോ ഇതിനെല്ലാം വേര് വന്നു. ഞാനിതിന് വെള്ളം നിറയ്ക്കട്ടെ. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് ഞാനിത് നനച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതാണെങ്കിൽ വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഇത് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ളൊരു പൈപ്പാണ്. കാരണം നേരത്തെ ഞാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പൈപ്പ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പാത്രമൊക്കെ കഴുകുമ്പം നമ്മളുടെ ദേഹത്തോട്ടാണെങ്കിൽ ഈ വെള്ളമെല്ലാം തെറിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ഇത്രയും ഉയരത്തിലാണ് ഈ പൈപ്പ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ട്, സിങ്കാണെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് കഴുകാൻ ഉപയോഗിക്കുകയോ വെച്ച് മാറ്റി വെക്കുകയോ, പിന്നെ അതുമല്ല പല ഇതിൽ നമുക്ക് ഇത് മാറ്റാവുന്നതുമാണ്, മാറ്റി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൈപ്പ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്തോ, നല്ലതാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ ഞാൻ പിന്നെ നമ്മുടെ മുട്ടയുടെ തോട്, അതുപോലെ ചായയുടെ പൊടി ഉണ്ടല്ലോ, ചായട്ടേൻ്റെ അതിൻ്റെ പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഉള്ളിയുടെ തോല്, അങ്ങനെയൊക്കെ എല്ലാം ഞാൻ ഇതിനകത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് പിന്നെ അത് ചെടികൾക്കൊക്കെ ഇടാൻ നല്ല വളമാണ് കേട്ടോ. വേറെ നമ്മൾ വളങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകൾ മാത്രം എടുത്ത് വെച്ചിട്ട് നമുക്കത് ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് ചോറും ചീരത്തോരനും അതുപോലെ തന്നെ പാവയ്ക്കയും ക്യാരറ്റും കൊണ്ടുള്ള ഒരു അച്ചാറും പിന്നെ കടലക്കറിയും മത്തങ്ങക്കറിയും കൂടെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.